ഇന്ന് നുറുക്ക് ഗോതമ്പ് വെച്ച് സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റോടും കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പായസം നമ്മൾ അടപ്പായസമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നുറുക്ക് ഗോതമ്പ് കുതിർത്തിട്ടൊന്നുമില്ല, കഴുകിയിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഗോതമ്പ് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെന്ത് വരുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും പാടില്ല. ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊരു 3 വിസിലിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പായസം തേങ്ങാപ്പാലിലൊന്നല്ല റെഡിയാക്കി എടുത്തിട്ടുള്ളത്, സാധാ പാക്കറ്റ് പാലിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ലൂസാവണോ അത്രത്തോളം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി പാല് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കര പാനിയാക്കിയിട്ടുള്ളതാണ്, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കിയ ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതുകൊണ്ടാണ് കുറച്ച് അധികം ഉള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക്മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പായസത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് തന്നെ ഈ ഒരു മിൽക്ക്മെയ്ഡാണ്. അപ്പോൾ മിൽക്ക്മെയ്ഡിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പായസത്തിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് അത്രയുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസം അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും അത് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നുറുക്ക് ഗോതമ്പൊക്കെ ഉള്ള സമയമായിരിക്കും. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.